വാസ്കോഡ ഗാമയുടെ കാലടി പതിഞ്ഞ സാമൂതിരിമാരുടെ രാജധാനിയിലാണ് പാലറ്റ് റൈഡർ ഇന്നെത്തി നിൽക്കുന്നത്. സാമൂതിരിമാരുടെ പൈതൃകം പേറുന്ന പടയോട്ടങ്ങളുടെയും ദേശാന്തര വ്യാപാരത്തിന്റെയും കപ്പലോട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പിന്റെയും ഒക്കെ മഹാപാരമ്പര്യം പേറുന്ന നാട് കോഴിക്കോട്. ദേശീയ പ്രസ്ഥാനത്തിന്റെയും കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും ഉശിരൻ പോരാട്ടങ്ങളുടെ ചരിത്രം ഓരോ മണൽത്തരിയിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. അതെ, ഇടതുപക്ഷത്തിന്റെ നെടുങ്കോട്ടകൾ നിറഞ്ഞ ജില്ല. പക്ഷെ കോൺഗ്രസിന്റെ ഒരു ഗതകാല പ്രൗഢിയല്ലെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതെ, ഇപ്പൊ കുറ്റ്യാടിയാണെങ്കിലും പേരാമ്പ്ര, നാദാപുരം ഒക്കെ നടക്കുന്നത് ഗംഭീര പോരാട്ടമാണ്. അതെ അതെ അതെ. ഈ ഇടതിന്റെ നെടുങ്കോട്ടയായിട്ടുള്ള ഈ ബേപ്പൂര് പോലും തീപ്പൊരി ചിതറി തീ പാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് കളം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ആര് ജയിക്കും? ഇതിൽ ആരാ ജയിക്കുക? ഇത് രണ്ടുകൂട്ടർക്ക് ചാൻസ് ഉണ്ട്. എന്നാലും അൻവറിന് കുറച്ച് മുൻതൂക്കം കൂടുതലാണ് തോന്നുന്നത്. മുൻതൂക്കം തോന്നുന്നുണ്ട്. നമ്മള് ഇനിയിപ്പോ നമ്മളൊക്കെ വോട്ട് ചെയ്താലും ജയിക്കും തോന്നുന്നുണ്ട്. കാരണം അൻവർ വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. ഞങ്ങൾക്ക് അൻവർ തന്നെയാണ്. എന്താ സാഹചര്യം? എന്താ ഇവിടെ നല്ല ഫൈറ്റിംഗാ. യാസിന്റെ മണ്ഡലാണ്. യാസാണ് ജയിക്കാൻ സാധ്യതയുള്ള ആള്. രണ്ടുകൂട്ടരും വലിയൊരു മത്സരം നടക്കും. നിങ്ങൾക്ക് ആ മത്സരം മനസ്സിലാവുന്നുണ്ട് ഇവിടെ? മത്സരം നല്ല ഇതുവരെ അങ്ങനെ ഉണ്ടായില്ല. ഭയങ്കര വാശിയാണ്. ആരാ ജയിക്കാൻ പോണേ? അൻവറിന് ചാൻസ് ആവുന്നു ചിലര് പറഞ്ഞു. വ്യക്തല്ല, സത്യം വ്യക്തമല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അൻവർ ഇവിടെ വന്ന് നല്ല മത്സരം ഉണ്ടാക്കി പറയും. നല്ല മത്സരം നടക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ഇടതുപക്ഷം എല്ലാ വർഷവും സ്ഥിരമായിട്ട് ജയിക്കുന്നതാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥിരം സീറ്റാണെന്ന് പറയാം. പതിവ് പോലെ ജയിക്കും എന്നാണ്. പോരായ്മകൾ പലതും ഉണ്ട്, എന്നാലും ഇടതുപക്ഷം ജയിക്കും. അൻവർ വരട്ടെ. മാറ്റം വരുമ്പോഴല്ലേ, പുതിയ ആൾക്കാർ വരുമ്പോ മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾ വരണ്ടേ? എന്നും ഒരേ കാലത്തിൽ ജീവിച്ചാ പറയല്ലോ. കന്നിയോട്ടാണോടാ? വോട്ടുണ്ടോ? ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടാ? പറ. ആർക്ക് വോട്ട് ചെയ്യും? ചാൻസ്. അതായത് അൻവർ ജയിക്കും. ഇവിടെ ഒരു നല്ലൊരു ബലബലം രാഷ്ട്രീയമാണ്. മത്സരം ഉഷാറാണ്. മൊത്തത്തിൽ UDF അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഈ അനുവർ തരംഗല്ല. ഇവിടെ അനുവർ ദിവസം 4 പാർട്ടി മാറുന്ന ആളല്ലേ. ഓൻ ആരെ വിശ്വസിക്കുക? ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അൻവർ വരും, ജയിക്കും തീർച്ചയായിട്ടും. ഭൂരിപക്ഷം ലേശം കുറയും, എന്നാലും ജയിക്കും. ഭൂരിപക്ഷം ഉണ്ടാവില്ല. അൻവറും നല്ല ആൾ തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം റിയാസ് തന്നെ കൊണ്ടുപോകുന്നാണ് ഒരു ഉറപ്പ്. അപ്പൊ നിരാശ ഓൻ സ്വയം ഒരു 60% ആളുകൾ ശരിക്കും രാഷ്ട്രീയത്തിന് വെറുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു 40,000 40,000 വോട്ടിന്റെ ലീഡ് പിടിണ്ടാവും. റിയാസിനുണ്ടാവും. റിയാസ് നല്ല പെർഫോമൻസ് ആയിരുന്നോ? റിയാസ് ചെയ്തിട്ടില്ല എന്നും പറയില്ല, ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും പോരായ്മകളുണ്ട്. പുതിയ ആൾക്കാർ വരുമ്പോ കോമ്പറ്റീഷൻ വരല്ലേ. അൻവറെ ഓടുന്നു വന്നാ ഇനി രാഷ്ട്രീയ പാർട്ടിയിൽ പോകാട്ടോ. ഇനിയിപ്പോ ലാസ്റ്റ് പോകാനുള്ള BJP-യിലേക്കാ. ഇവര് പറഞ്ഞത് നോക്കണ്ട. ഒരു 25,000-30,000 വോട്ടിന് ഇവിടെ റിയാസ് ജയിക്കും. രണ്ടുകൂട്ടും കളരിയാ. രണ്ടാളും ബാളെടുത്തിക്കണേ. ബാളോണ്ട് കളരി അടിക്കണേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ക്രമേണ വോട്ട് ഉയർത്തുന്ന BJP. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13-ൽ 11 സീറ്റും LDF-നായിരുന്നു. 2 എണ്ണമാണ് UDF ലഭിച്ചത്. KK രമയുടെ വടകരയും അതോടൊപ്പം തന്നെ കൊടുവള്ളിയിൽ MK മുനീറും. 48.8% കഴിഞ്ഞ തവണ LDF-ന് ഇവിടെ ഈ ജില്ലയിൽ വോട്ട് ശതമാനം. 38.5% UDF-ന് ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ക്ലിയർ മേൽക്കൈ ഇടതിനുണ്ട് ഇവിടെ. ആ ഒരു മേൽക്കൈ തെളിയിക്കുന്നതായിരുന്നു പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നേരിട്ട് പുറമേരിയിലെ പരിപാടിക്കെത്തിയപ്പോൾ ഉണ്ടായ ആൾക്കൂട്ടം. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആൾക്കൂട്ടമാണ് അന്ന് പുറമേരിയിൽ തടിച്ചുകൂടിയത്. പിന്നെ അതുകൂടാതെ പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദമുണ്ട്. അതേപോലെ PV അൻവറിന്റെ മത്സര സാന്നിധ്യം, KK രമയുടെ 2ാം അംഗം. അങ്ങനെ കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒരുപിടി തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഇവിടെ ഈ കോഴിക്കോട് നിന്നാണ്. പിണറായി സർക്കാർ വീണ്ടും വരുമോ? സൂപ്പറായിട്ട് വരുമോ? വീണ്ടും വരും. 85 സീറ്റ് എന്തായാലും പിണറായി സർക്കാർ. എത്രയാ ഒന്നുകൂടി പറഞ്ഞേ? 85 സീറ്റ്. ഞങ്ങൾ ഈ പറയുന്ന എണ്ണമൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. 85 തന്നെയാണെങ്കിൽ ചേട്ടൻ വരല. 85 സീറ്റ്. ആര് ജയിച്ചാലോ എന്റെ പെൻഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പൊ കിട്ടുണ്ടോ? അപ്പൊ കിട്ടും വരുന്നുള്ളതാണ് ന്യൂസില്. പക്ഷേ ചിലപ്പോൾ അട്ടിമറിക്ക് സാധ്യതയുണ്ട്. അവരെന്നെ ഒരു ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല. അവരെല്ലാം
എല്ലാ പരിപാടിയിലും ഒരു കച്ചറായിട്ടാണ് അവര് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഒരു ഐക്യമില്ല. 100 സീറ്റോട് കൂടി UDF അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു അഭിപ്രായം പറയാനില്ല. രണ്ടും മോശമായി. രണ്ടും മോശമായിട്ടാണ് ജനങ്ങളെ ഈ കിടക്കുന്ന പോട്ടല്ല. ആദ്യത്തെ മോശമാണെങ്കിൽ രണ്ടാമത് വീണ്ടും വരുമോ? വരുമൊന്നുമില്ല, പറയാൻ പറ്റില്ല. അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. കോവിഡിന്റെ ഒക്കെ അല്ലേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ ഫലത്തിലെയും മേൽക്കൈ UDF തുടരുമോ? ഇടതതിന്റെ കോട്ടകൾ കാക്കുമോ? UDFന് ഭരണം പിടിക്കണമെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഇടതിന്റെ സീറ്റെണ്ണം കാര്യമായി ഗണ്യമായി കുറയ്ക്കേണ്ടത് അവരെ സംബന്ധിച്ച് നിർണായകമാണ്. കേരളം മറ്റേ തന്നെയാണ്. നമ്മള് ചോറ് കൈ, ചോറൊക്കെ തിന്ന കയ്യാണ്ടേ, പൈസ എല്ലാം കയ്യാണ്ടേ, ഇതൊക്കെ പിന്നെ അത് ഇല്ലാതെ നടക്കോ? എന്താ അയക്കുറവല്ല? അയക്കുറക്ക് കിലോന് 90 കൊടുക്കും. 900 ഞാൻ പേടിച്ചു പോയി. കോൺഗ്രസ് അധികാരത്തിൽ വരണല്ലോ. എന്താ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ സർക്കാർ മോശമായിരുന്നു? അത് നമുക്ക് അത്ര വലിയ പോരാ. കമ്പ്യൂട്ടർ മിഷൻ എപ്പോഴും അപകടം അല്ലേ? വോട്ടിംഗ് മെഷീൻ വേണ്ട, അതിനൊരു ടെൻഷൻ ഉണ്ട്. അതിന് ടെൻഷൻ. നമ്മൾ ഭരിക്കുന്ന കക്ഷികൾ ഇനിയും വരും. 18 മാസം 600 രൂപ ഉണ്ടായിട്ട് കൊടുക്കാൻ കഴിയാത്ത ഈ പാർട്ടിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇന്ന് 2000 മുതലെത്തി. അതും ഒരു തവണ യാസ്തി കൊടുത്തിക്കല്ലാതെ കുറച്ചില്ല. വെളിച്ചം മങ്ങി. ചാലിയാറിന്റെ ഓളപ്പരപ്പിലേക്ക് ഫറൂഖ് പാലത്തിന്റെ തെരുവുവിളക്കുകൾ പ്രതിഫലിക്കുന്ന കാഴ്ചയാണ് പിന്നിൽ. തെരുവിൽ രാഷ്ട്രീയം ഇങ്ങനെ തിളച്ചൊഴുകുകയാണ്. അത് തീരുവോളം ബാലറ്റ് ട്രേഡർ യാത്ര തുടരുകയാണ്. നാളെ ചുരം കയറി കരിന്തണ്ടന്റെ നാട്ടിലേക്ക്, വയനാട്ടിൽ കാണും.